സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച മേളയാണ് ഇക്കുറി നടന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ മേളയിൽ നിന്നും ലഭിച്ച അംഗീകാരങ്ങളും സ്വീകാര്യതയും കൂടുതൽ മികവുറ്റ ചിത്രങ്ങളുമായി വീണ്ടും വരാൻ നിങ്ങൾക്ക് പ്രചോദനമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അടിച്ചമർത്തപ്പെട്ടവരുടെയും ദുരിതമനുഭവിക്കുന്നവരുടെയും അവകാശങ്ങളോടൊപ്പമാണ് ഈ ചലച്ചിത്രമേള നിലകൊണ്ടത് എന്നതിന് നിരവധി ദൃഷ്ടാന്തങ്ങളുണ്ട്. മേളയിൽ പ്രദർശിപ്പിക്കപ്പെട്ട ചിത്രങ്ങളുടെ പട്ടികയിൽ നിന്ന് തന്നെ ഇത് വ്യക്തമാണ്. ഭരണ സംവിധാനത്തിൻ്റെ അടിച്ചമർത്തലുകൾക്ക് വിധേയരായ സംവിധായകരുടെ ചിത്രങ്ങൾ ഈ മേളയിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. ജാഫർ പനേഹി തിരക്കഥയൊരുക്കിയ ദ വിറ്റ്നസ് എന്ന ചിത്രം ആ നിരയിലുള്ളതാണ്. മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം പെഡ്രോ ഫിയേര സംവിധാനം ചെയ്ത മലുവിന് 20 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് പുരസ്കാരം ലഭിച്ചു. മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള പുരസ്കാരവും ഫെമിനിച്ചി ഫാത്തിമ സ്വന്തമാക്കി. Her docu-feature, A Night of Knowing Nothing, born out of the 139-day student protest at the Film and Television Institute of India, Pune, won the Golden Lion Award for Best Documentary at the 2021 Cannes Film Festival in the Director's Online section. സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് പായൽ കപാഡിയയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിച്ചു. ആദ്യമായി ഈ അവാർഡ് മേടിക്കുന്ന ഇന്ത്യക്കാരിയാണ് പായൽ കപാഡിയ. മികച്ച പുതുമുഖ സംവിധായകനുള്ള KR മോഹൻ അവാർഡിന് അപ്പുറം സിനിമയുടെ സംവിധായിക ഇന്ദു ലക്ഷ്മി അർഹയായി. മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് പുരസ്കാരം മീ മറിയം ദ ചിൽഡ്രൻ ആൻഡ് 26 അതേഴ്സിന്. ഫിപ്രസി പുരസ്കാരത്തിന് വിക്ടോറിയ സിനിമയുടെ സംവിധായിക ശിവരഞ്ജിനി അർഹയായി. Feminici Fatima, Feminist Fatima.